ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പോൾ ഞങ്ങൾ ഇന്നുള്ളത് ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ്. ആസ് യു ക്യാൻ സീ ഓൺ ദ ബാക്ക്ഗ്രൗണ്ട് ഞങ്ങൾ ഇന്ന് താമസിക്കാൻ പോകുന്നത് travel vlog means it's our honeymoon. ഞങ്ങളുടെ ഫസ്റ്റ് ഹണിമൂൺ എന്ന് Yeah, പറയാം. first honeymoon because we are going to have many honeymoons. സോ ഇന്ന് താമസിക്കാൻ പോകുന്നത് ഈ ഒരു ട്രീ ഹൗസിലാണ്. അപ്പോൾ ഈ ഒരു ട്രീ ഹൗസ് ഉള്ളത് മൂന്നാറിലെ നേച്ചർ സോൺ റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിലാണുള്ളത്. അപ്പോൾ ഈ ഒരു റിസോർട്ടിനെ കുറിച്ചുള്ള വീഡിയോസ് നിങ്ങൾ പലപ്പോഴും പല യൂട്യൂബ് ചാനലിലായിട്ട് തന്നെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് ഈ റിസോർട്ടിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്, ഇപ്പോഴത്തെ ഈ ഒരു റിസോർട്ടിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് കണ്ടിട്ടില്ലാത്തവർക്കും ഈ ഒരു വീഡിയോയിലൂടെ ഈ റിസോർട്ടിന്റെ മറ്റു വിശേഷങ്ങൾ അറിയാനായിട്ട് സാധിക്കും. By the way, ഈ ട്രീ ഹൗസിൽ താമസിക്കാന്നുള്ളത് ഇറ്റ് വാസ് മൈ ഐഡിയ. ഇങ്ങനെ സയൻസ് എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാർക്കൊന്നും ഇങ്ങനത്തെ ഐഡിയാസ് ഒന്നും വരത്തില്ല. സോ ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി മൈ ഐഡിയ. ഷീ ചൂസ് ദിസ് റിസോർട്ട്. സോ ആദ്യം നമുക്ക് ഈ ഒരു ട്രീ ഹൗസിന്റെ അകത്തേക്ക് പോയിട്ട് ഇതിന്റെ ഇന്റീരിയർ ഒക്കെ ഒന്ന് കാണാം. അതിനുശേഷം ഞാൻ ഈ റിസോർട്ടിന്റെ ബാക്കി സൈഡും അതുപോലെ ബാക്കി വിശേഷങ്ങളും നിങ്ങൾ കാണിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ഒരു റിസോർട്ടിൽ ആക്ച്വലി 10 ആഫ്രിക്കൻ സഫാരി ടെൻറ്റുകളും അതുപോലെ 5 ട്രീ ഹൗസുകളുമാണുള്ളത്. ഈ 5 ട്രീ ഹൗസുകളിൽ കോവിഡ് ലോക്ക്ഡൗണിന് ശേഷം 3 മാത്രമാണ് ഓപ്പൺ ആയിട്ടുള്ളൂ എന്നാണ് അവർ നമ്മുടെ അടുത്ത് പറഞ്ഞത്. 2 ഇപ്പോഴും മെയിൻ്റനൻസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. ട്രീ ഹൗസിലേക്കുള്ള ഈ ഒരു സ്റ്റെയർ കയറി വരുമ്പോൾ നമ്മൾ ആദ്യം എത്തുന്നത് ഈ ഒരു ചെറിയൊരു ബാൽക്കണിയിലാണ്. ഇതിൻ്റെ സൈഡിലുള്ള ഈ ഫോറസ്റ്റിൻ്റെ ചെറിയൊരു വ്യൂ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ഇനി നമുക്ക് മെയിൻ ഡോർ തുറന്ന് നമുക്ക് അകത്തെ ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാം. വാതിൽ തുറന്ന് ആദ്യം നമ്മൾ കാണുന്ന കാഴ്ച കണ്ട് ജെയിൻ ഭയങ്കരമായിട്ട് സർപ്രൈസ് ആയിട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഹണിമൂൺ പാക്കേജാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് അവരുടെ ഡിസൈനൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്തൊരു ചെറിയ ഡ്രസ്സിംഗ് ടേബിൾ പോലൊരു സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള ഈ ഒരു വിൻഡോയിൽ നിന്ന് നമുക്ക് നേരത്തെ കണ്ട ഒരു ഫോറസ്റ്റ് വ്യൂ ഇവിടെ നിന്ന് നമുക്ക് കിട്ടും. ഇവിടെയാണ് ഈ ട്രീ ഹൗസിനകത്തെ ബാത്റൂം സജ്ജീകരിച്ചിട്ടുള്ളത്. ഒരു ചെറിയ ബേസിനും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാത്റൂമിൽ നിന്ന് ട്രീ ഹൗസിൻ്റെ പുറകിലേക്കുള്ള വ്യൂ കിട്ടത്തക്ക രീതിയിൽ ഇവിടെ ഒരു വിൻഡോ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല തണുപ്പുള്ളതുകൊണ്ട് ഈ വിൻഡോയിലെല്ലാം നല്ല മിസ്റ്റ് ഉണ്ട്. അത്യാവശ്യം നല്ല പ്രീമിയം കമോഡും അതുപോലെ തന്നെ ഒരു മിക്സർ ടാപ്പും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഹോട്ട് വാട്ടറും അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു ട്രീ ഹൗസിൽ നിൽക്കുന്ന മരം ഇതാണ്. ഇതിൻ്റെ നടുക്കിലൂടെ നമുക്ക് കടന്നു പോയിട്ടുള്ളതായിട്ട് കാണാനായിട്ട് സാധിക്കും. അതിലവർ വേറെ ഡെക്കറേഷൻസ് ഒന്നും ചെയ്തിട്ടില്ല, ആ ഒരു രീതിയിൽ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു ചെറിയൊരു മരം കൂടെ അതിൻ്റെ സൈഡിൽ സപ്പോർട്ടിനായിട്ട് കടന്നു പോകുന്നതായിട്ട് കാണാം. ട്രീ ഹൗസിനൊരു നാച്ചുറൽ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ ചെയ്തേക്കണേ. ഇനി നമുക്ക് ഈ ട്രീ ഹൗസിൻ്റെ പുറകിൽ ഒരു ബാൽക്കണി ഉണ്ട്, അവിടേക്കുള്ള എൻട്രൻസ് ആണിത്. നേരത്തെ നമ്മൾ ബാത്റൂമിൽ നിന്ന് കണ്ട അതേ ബാക്ക് സൈഡിലുള്ള ആ ഒരു ഫോറസ്റ്റ് വ്യൂ ആണ് ഇവിടെ നിന്നും കിട്ടുന്നത്. ഈ ഒരു ബാൽക്കണിയിൽ ഇരുന്ന് ഈ ഒരു പുറകിലെ കാടിൻ്റെ ഭംഗി ഇവിടെ നിന്ന് വീക്ഷിക്കാനുള്ള രീതിയിൽ 2 ചെയറും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ 3 ട്രീ ഹൗസുകളിൽ ബാക്കിയുള്ള 2 നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഈ ഒരു റിസോർട്ടിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഒരു പ്രകൃതിയോടെ ഇണങ്ങി ഒരു കാടിനകത്ത് നമ്മൾ താമസിക്കുന്ന രീതിയിലുള്ള ഒരു ഫീല് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. റിസോർട്ടിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ഒന്ന് ചുറ്റിയടിച്ച് കാണാനായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന ട്രീ ഹൗസ്. അതുപോലെ തന്നെ അടുത്തുള്ള 2 ട്രീ ഹൗസുകൾ ഇതാണ്. ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ചായി. നിങ്ങൾക്ക് കാണാം, ഒരു ഫോഗി അറ്റ്മോസ്ഫിയറായി. ഈ ഒരു സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത ഞാൻ കണ്ടത് പെട്ടെന്ന് ക്ലൈമറ്റ് ചേഞ്ച് ആവും എന്നുള്ളതാണ്. മൂന്നാർ ടൗണിൽ നിന്നും കുറച്ചുകൂടി ഉയരത്തിലാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മൂന്നാർ ടൗണിൽ നിന്ന് ഒരു അരമണിക്കൂറോളം ഓഫ് റോഡ് ഡ്രൈവ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ എത്താൻ പറ്റുള്ളൂ. അത്യാവശ്യം നല്ലൊരു ഓഫ് റോഡ് ഉണ്ട് ഇത്. അതുകൊണ്ട് തന്നെ റിസോർട്ടിൽ നിന്ന് ഒരു ജീപ്പ് അയച്ചാണ് ഗസ്റ്റിനെ പിക്ക് ചെയ്യുന്നത്. ഈ ഒരു പിക്കപ്പ് എല്ലാം ഫ്രീ ആയിട്ടാണ് ഇവർ ചെയ്യുന്നത്. അതുപോലെ തന്നെ വരുന്ന ഗസ്റ്റിൻ്റെ വണ്ടികൾ പാർക്ക് ചെയ്യാനുള്ള സജ്ജീകരണം അവിടെ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ബൗണ്ടറി സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലം. ഇവിടുന്ന് കുറച്ചുകൂടി ഒരു ഓഫ് റോഡ് പോയതിന് ശേഷം നമ്മൾ എൻട്രി ഗേറ്റിലേക്ക് എത്തും. ഇതാണ് റിസോർട്ടിൻ്റെ എൻട്രി ഗേറ്റ് വരുന്നത്. ഇവിടെ നേരെ നമ്മൾ ഈ റിസപ്ഷൻ ഏരിയയിലേക്കാണ് എത്തുന്നത്. നല്ലൊരു നാച്ചുറൽ ഫീൽ തരുന്ന രീതിയിലുള്ള ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസപ്ഷനാണ് ഞാൻ കണ്ടത്. റിസോർട്ടിൻ്റെ ഒരു ലൊക്കേഷൻ മാപ്പും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അവർ.
ഈ റിസോർട്ടിൻ്റെ എൻട്രി ഗേറ്റിൻ്റെ മുമ്പിലായിട്ട് തന്നെയുള്ള ടീ പ്ലാന്റേഷൻ്റെ ഒരു വ്യൂ ആണിത്. ഫസ്റ്റ് ഡേ ഈവനിങ് ഞങ്ങൾ ഈ ഒരു ടീ പ്ലാന്റേഷൻ്റെ ഇടയിൽ കൂടെ ചെറിയൊരു ട്രക്കിംഗ് ഒക്കെ നടത്തി. ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ നോക്കിയപ്പോഴാണ് ദൂരെ കുറച്ച് കാട്ടുപോത്തുകളുടെ കൂട്ടം കണ്ടത്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം, എത്രമാത്രം ക്ലിയർ ആവുമെന്ന് അറിയില്ല. കുറച്ചൊന്ന് ഇരുട്ടായപ്പോൾ ഞങ്ങൾ ഇവരുടെ ദി ക്യാമ്പ് എന്ന് പേരിട്ടിരിക്കുന്ന റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് ഇറങ്ങി. നല്ല രീതിയിലുള്ളൊരു ആംബിയൻസ് ലൈറ്റിംഗ് ഒക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടുത്തെ എല്ലാ ബിൽഡിങ്ങിനും നമ്മൾ കോമൺ ആയിട്ട് കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എല്ലാം തന്നെ ഒരു നാച്ചറിനോട് ചേർന്നുള്ള രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹണിമൂൺ പാക്കേജ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഡേ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം ട്രീ ഹൗസിൽ സ്പെൻഡ് ചെയ്തതിന് ശേഷമുള്ള നെക്സ്റ്റ് ഡേയിലെ മോർണിംഗ് ആണിത്. മോർണിംഗ് ഭയങ്കര ഒരു വൈബ്രൻ്റ് ആയിരുന്നു. കാരണം മെയിനായിട്ട് അവിടുത്തെ കിളികളുടെ സൗണ്ട് തന്നെ നമുക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി. രാവിലെ ഞങ്ങൾ നേരെ പോയത് സൺറൈസ് കാണാനുള്ള വ്യൂ പോയിന്റിലേക്കായിരുന്നു. ആക്ച്വലി ഈ റിസോർട്ടിൽ 3 വ്യൂ പോയിന്റ്സ് അവൈലബിൾ ആണ്. ഒന്നാമത്തെ വ്യൂ പോയിന്റ് നമ്മൾ ഇന്നലെ പോയ ടീ പ്ലാന്റേഷൻ്റെ ഭാഗത്തുള്ള വ്യൂ പോയിന്റ് ആണ്. അതുപോലെ രണ്ടാമത്തെ വ്യൂ പോയിന്റ് ഇതാണ്, അതായത് സൺറൈസ് വ്യൂ പോയിന്റ്. മൂന്നാമത്തേത് സൺസെറ്റ് വ്യൂ പോയിന്റ് ആണ്. അത് നമ്മൾ ഇന്ന്, അതായത് രണ്ടാമത്തെ ദിവസം ഈവനിങ് ആണ് അങ്ങോട്ട് പോകുന്നത്. ഈ റിസോർട്ടിൽ ഞങ്ങൾ 2 ദിവസമാണ് സ്റ്റേ ചെയ്തത്. അതിൽ ഒരു ദിവസം ട്രീ ഹൗസിലും രണ്ടാമത്തെ ദിവസം ഞങ്ങൾ സഫാരി ടെൻറ്റിലാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ ഇതാണ് ഈ ഒരു വ്യൂ പോയിന്റ് എന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ക്ലൗഡ് ബെഡ് കാണാനായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. പക്ഷേ ഞങ്ങൾ എനിക്കും കുറച്ച് നേരം വൈകിയതുകൊണ്ട് ക്ലൗഡ് ബെഡ് കാണാൻ പറ്റിയില്ല. പക്ഷെ മോർണിംഗിൽ ഇവിടെയുള്ള വ്യൂ ക്ലിയർ ആയിരുന്നു, ഫോഗൊന്നും ഉണ്ടായിരുന്നില്ല. അതിനുശേഷം നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഞങ്ങൾ നേരെ മൂന്നാർ ടൗൺ കാണാനായിട്ട് ഇറങ്ങി. മൂന്നാറിലെ സ്ഥിരം അട്രാക്ഷൻസ് ഒക്കെ കണ്ട് ഞങ്ങളൊരു ഉച്ചതിരിഞ്ഞോടുകൂടി തിരിച്ച് റിസോർട്ടിലേക്ക് വന്നു. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോണത് ആഫ്രിക്കൻ സഫാരി ടെൻറ്റിലാണ്. ഇതാണ് ടെൻറ്റിലേക്കുള്ള വഴി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 10 ടെൻറ്റുകളാണുള്ളത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതെല്ലാം ടെൻറ്റുകളാണ്. ഈ 104 എന്ന് പറയുന്ന ടെൻറ്റിലാണ് ഇന്ന് ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആ ടെൻറ്റ്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഞാൻ നിങ്ങളെ കാണിക്കാം. ടെൻ്റാണെങ്കിലും ഇതാവശ്യം സ്പേഷ്യസ് ആയിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത്. എസ്പെഷ്യലി ട്രീ ഹൗസ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം നമുക്കറിയാം ട്രീ ഹൗസിന് അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ബാത്റൂം ആണെങ്കിലും അത്യാവശ്യം ക്ലീൻ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്പേഷ്യസ് ആയതുകൊണ്ട് ഇതിനകത്ത് സെപ്പറേറ്റ് ഷവർ ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതാണ് ടെൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. ആക്ച്വലി ഒരു വാലി വ്യൂ ആണ് ഈ ടെൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കിട്ടുന്നത്. അത് ഇരുന്ന് എൻജോയ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു മരത്തിൻ്റെ ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങളൊരു ചായ കുടിക്കാനായിട്ട് നമ്മുടെ റെസ്റ്റോറൻറ്റിലേക്ക് ഒന്ന് പോയി. ഇന്നലെ നമ്മൾ നൈറ്റ് ടൈമിൽ കണ്ട റെസ്റ്റോറൻറ്റിൻ്റെ ഡേ ടൈം വ്യൂ ആണിത്. നമ്മുടെ വാലി സൈഡിലേക്കും കൂടി വ്യൂ കിട്ടുന്ന രീതിയിലാണ് റെസ്റ്റോറൻറ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്.
ഈ വാലി സൈഡിൽ നിന്നുള്ള തണുത്ത കാറ്റൊക്കെ കൊണ്ട് ഇവിടെ നിന്നൊരു ചായയൊക്കെ കുടിക്കാൻ ഒരു പ്രത്യേക ഫീലായിരുന്നു. അതിനുശേഷം ഞങ്ങൾ നേരെ സൺസെറ്റ് വ്യൂ പോയിന്റിലേക്കാണ് പോയത്. പക്ഷേ സൺസെറ്റ് കാര്യമായിട്ട് കാണാൻ പറ്റിയില്ല, കാരണം നല്ല ക്ലൗഡി ആയിരുന്നു അറ്റ്മോസ്ഫിയർ. പക്ഷെ ആ തണുപ്പും വിൻഡൊക്കെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഈ ഒരു വ്യൂ പോയിന്റ് നമുക്ക് ആനച്ചാല്, ചിത്രപുരം ഭാഗങ്ങളൊക്കെ നല്ല രീതിയിൽ വിസിബിൾ ആയിരുന്നു. അതുപോലെ തന്നെ പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതിയുടെ പെൻസ്റ്റോക്ക് പൈപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പക്ഷേ ക്യാമറയിൽ അത് അത്ര വിസിബിൾ ആയിരുന്നില്ല. എന്തായാലും ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ നേരിട്ട് കാണുന്നതിൻ്റെയും ഫീൽ ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഇത് വേറെ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളുടെ ഈ റിസോർട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു. പുറത്തുള്ള മൂന്നാറിലെ കാഴ്ചകളൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല, കാരണം അത് കോമൺ ആയതുകൊണ്ട് എല്ലാവരും എല്ലാ തവണയും പോകുമ്പോൾ കാണുന്ന കാഴ്ചകളായിരിക്കും. ഇപ്പോൾ നമ്മൾ റിസോർട്ടിന് പുറത്തിറങ്ങി, ഔട്ടർ എടുക്കുന്നത് പുറത്താണ്. അപ്പോൾ ഇവിടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ തണുപ്പൊന്നും ഒന്നുമല്ല അല്ലേ, അവിടെ നല്ല തണുപ്പുണ്ടായിരുന്നു. ബൈ ദ വേ ആ റിസോർട്ട് ഇറ്റ്സ് ഫാബുലസ്. ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് ഓവറോൾ ആ റിസോർട്ടിനെ കുറിച്ച് ഞങ്ങൾക്ക് കിട്ടിയത്. ഞങ്ങളിപ്പോൾ ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ ആയിട്ടൊന്നല്ല ഇവിടെ ചെയ്യണം. ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ട് പോലില്ല ഞങ്ങൾ വ്ളോഗിങ് ചെയ്യുന്നുണ്ടെന്ന് പോലും അവരുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സപ്പോർട്ട് തുടർന്നും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ ബൈ.